ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ എഡിറ്റോറിയൽ റിവ്യൂ ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഹിന്ദു ന്യൂസ് പേപ്പർ റാൻഡം എഡിഷൻ ന്യൂസ് പേപ്പർ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ എഡിറ്റോറിയൽ പേജിലേക്ക് നമുക്ക് പോകാം. എഡിറ്റോറിയൽ പേജ് മാത്രമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എഡിറ്റോറിയൽ പേജ് ഇന്നത്തെ ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽ പേജിലേക്ക് പോവുകയാണ്. അത്ര ഡിഫിക്കൽട്ട് ഒന്നും അല്ലാത്ത രണ്ട് എഡിറ്റോറിയൽസ് ആണ് ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആദ്യത്തെ എഡിറ്റോറിയൽ ഒരു പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്. രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ ആയിട്ടുള്ള എഡിറ്റോറിയലാണ് ആദ്യത്തെ എഡിറ്റോറിയൽ. ഒന്നാമത്തെ എഡിറ്റോറിയലിന്റെ പേര് ബോൾഡ് ഗാമ്പിൾ എന്ന ആണ്. ധൈര്യസമേതം ഉള്ള ഒരു ചൂതാട്ടം, ബോൾഡ് ഗാമ്പിൾ. ഈ എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ, ഹിന്ദു ന്യൂസ് പേപ്പർ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആദ്യത്തെ എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ, കോൺഗ്രസ് പൊളിറ്റിക്കൽ പാർട്ടി പഞ്ചാബിൽ നടത്തിയ ഒരു ഗാംബ്ലിങ്ങിനെ കുറിച്ചാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചൂതാട്ടത്തിനെ കുറിച്ചാണ്. The projection of Channi as CM candidate was forced on Congress, but it is the right decision എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് ചരൺജിത് സിംഗ് ചന്നി ആണ് പഞ്ചാബിന്റെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ ചരൺജിത് സിംഗ് ചന്നി ആണെങ്കിലും ഇപ്പോൾ അവിടെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഇന്ത്യയിൽ ഇപ്പൊ 5 സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അതില് പഞ്ചാബുണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, മണിപ്പൂരുണ്ട്, അതുപോലെ ഗോവയുണ്ട്, അങ്ങനെ ഉത്തരാഖണ്ഡ് ഉണ്ട്. അങ്ങനെ 5 സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഈ 5 സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടക്കുന്നതിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള സ്റ്റേറ്റും ജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്റ്റേറ്റും പഞ്ചാബാണ്. അവിടെ BJP അല്ല കോൺഗ്രസിന്റെ പ്രധാന പ്രതിയോഗി. ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും കോൺഗ്രസിന്റെ മെയിൻ പ്രതിയോഗി അല്ലെങ്കിൽ അവർക്ക് ഡിസ്പ്ലേസ് ചെയ്യാനുള്ള പാർട്ടി എന്ന് പറയുന്നത് മറ്റൊരു നാഷണൽ പാർട്ടിയായ BJP ആണ്. പക്ഷെ പഞ്ചാബിൽ അങ്ങനെയല്ല. പഞ്ചാബിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ കണ്ടന്റർ ആം ആദ്മി പാർട്ടിയാണ്, ഡൽഹിയുടെ ചീഫ് മിനിസ്റ്ററായ അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി. അപ്പോൾ പഞ്ചാബിൽ ഇപ്പൊ ഭയങ്കര ഇൻഫൈറ്റിംഗ് നടക്കുകയാണ് കോൺഗ്രസിൽ, ആര് ലീഡർ ആകണം എന്നുള്ള ഇൻഫൈറ്റിംഗ്. അപ്പോൾ ഈ അവരുടെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയ ചരൺജിത് സിംഗ് ചന്നി എന്ന് പറയുന്നത് ഒരു ദളിത് കാൻഡിഡേറ്റ് ആണ്. പഞ്ചാബിലെ ദളിത് കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. അതേസമയത്ത് പഞ്ചാബിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ജാട്ട് സിഖ് കമ്മ്യൂണിറ്റിയാണ്, ജാട്ട് സിഖ് കമ്മ്യൂണിറ്റി. അപ്പൊ ജാട്ട് സിഖ് കമ്മ്യൂണിറ്റി എന്നുള്ള നവജോത് സിംഗ് സിദ്ധുവും ദളിത് കമ്മ്യൂണിറ്റി എന്നുള്ള ചരൺജിത് സിംഗ് ചന്നിയും തമ്മിലുള്ള ലീഡർഷിപ്പ് ടസിൽ ആരാകണം എന്നുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനൊരു ബോൾഡ് പൊളിറ്റിക്കൽ ഗാമ്പിൾ എന്ന് പറയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത്. കാരണം ഈ സിദ്ധുവിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട്, അവിടുത്തെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ കമ്മ്യൂണിറ്റി ആയ ജാട്ട് സിഖുകളുടെ റെപ്രസെന്റേറ്റീവ് ആയ സിദ്ധുവിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ചന്നി എന്ന് പറഞ്ഞ ദളിത് കമ്മ്യൂണിറ്റിയുടെ ലീഡറിനെ അവര് സെലക്ട് ചെയ്തു. അപ്പം അതൊരു ബോൾഡ് ഗാമ്പിൾ തന്നെയാണ്. പിന്നെ പല റീസൺസും കൊണ്ട് അതിനൊരു ബോൾഡ് ഗാമ്പിൾ എന്ന് പറയാൻ പറ്റും. അപ്പൊ ഞാനിത് വായിച്ച് ഓരോ സെന്റൻസ് ആയിട്ട് പറയുന്നേക്കാളും ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. Political context പറഞ്ഞിട്ട്, if the elevation of Charanjit Singh Channi as Chief Minister in September 2021 was an accidental outcome of internal rivalries in the Congress, the party's announcement that he would continue in the post if it wins the assembly election is a bold gamble. അപ്പം ഈ 2023 ചരൺജിത് സിംഗ് ചന്നി അവിടെ ചീഫ് മിനിസ്റ്റർ ആക്കി മാറ്റേണ്ടി വന്നത് ആക്ച്വലി ആക്സിഡന്റലി ആണ്. കാരണം ഇപ്പോഴത്തെ പിന്നീട് BJPയുടെ അലയൻസ് പാർട്ണറും കോൺഗ്രസിന്റെ അവിടുത്തെ ഏറ്റവും വലിയ ലീഡർ, ടോളസ്റ്റ് ലീഡറും ആയിരുന്ന അമരീന്ദർ സിംഗും നവജോത് സിംഗ് സിദ്ധുവും തമ്മിലുള്ള രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ മൂലം അവിടെ അമരീന്ദർ സിംഗിനെ ചീഫ് മിനിസ്റ്റർ പൊസിഷനും മാറ്റേണ്ടി വന്നു. അപ്പൊ പകരം ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിലാണ് സിദ്ധുവിന്റെ നോമിനി തന്നെ ആയിരുന്നു അന്ന് ചരൺജിത് സിംഗ് ചന്നി. അങ്ങനെയാണ് ചരൺജിത് സിംഗ് ചന്നി അവിടെ ചീഫ് മിനിസ്റ്റർ ആണ് ആരും പ്രതീക്ഷിക്കാതെ. അതുകൊണ്ടാണ് ആക്സിഡന്റലി എന്ന് പറയുന്നത്. ദ കോൺഗ്രസ് ഹാസ് ബീൻ reticent in projecting a singular leader in its state and has taken plea that it believed in collective leadership. The announcement of a CM candidate, though not unprecedented, is rare for the Congress and in this instance necessitated by the uniquely volatile social dynamic in Punjab at the moment. ഓക്കെ, അപ്പൊ കോൺഗ്രസിന് ചീഫ് മിനിസ്റ്ററിനെ മുൻകൂട്ടി നിശ്ചയിക്കുന്ന വലിയ ഒരു പാരമ്പര്യമൊന്നുമില്ല. അവര് കളക്റ്റീവ് ലീഡർഷിപ്പ് ആണെന്നൊക്കെയാണ് പറഞ്ഞത് ഓരോ ഇലക്ഷനിൽ. ഇപ്പം തന്നെ കണ്ടോ, UP-യിൽ യോഗി ആദിത്യനാഥാണ് ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് BJPക്ക്, അഖിലേഷ് യാദവ് ആണ് സമാജ്വാദി പാർട്ടിയുടെ പിന്നീട് കാൻഡിഡേറ്റ്, ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ്. അതേസമയത്ത് UP-യിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ഒരു ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് ഇല്ല. ഇത് തന്നെയാണ് ഉത്തരാഖണ്ഡിലെയും ഗോവയിലെയും മണിപ്പൂരിലെയും ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ പഞ്ചാബിൽ മാത്രം അവരിങ്ങനെ ഒരു ഗാമ്പിൾ എടുത്തു. പക്ഷെ ഇതൊരു അൺപ്രസിഡന്റഡ് മൂവ് എന്നൊന്നും പറയാൻ പറ്റില്ല. കോൺഗ്രസും ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റിനെ അനൗൺസ് ചെയ്തിട്ട് ഇലക്ഷൻ നേരിട്ട ചരിത്രം ഉണ്ട്. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു പതിവില്ല.
Entrenched social alignments in the state appear to be unraveling, and the Congress is trying to knit together a viable electoral majority with the Dalit face as its axis. Punjab has close to 32% population of scheduled caste community, while the Jat Sikh population is over 20%. അപ്പം കോൺഗ്രസിൽ പഞ്ചാബിൽ വളരെ ഫ്ലൂയിഡ് ആയിട്ടൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ ഒരുപാട് കണ്ടന്റേഴ്സ് ഉണ്ട്. മുമ്പ് ശിരോമണി അകാലിദൾ എന്ന് പറയുന്ന അവിടുത്തെ സിഖുകാരുടെ പാർട്ടിയും കോൺഗ്രസും മാത്രമേ അവിടെ അധികാരം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് മുമ്പ് ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ശിരോമണി അകാലിദളുണ്ട്, കോൺഗ്രസ് ഉണ്ട്, ആം ആദ്മി പാർട്ടി ഉണ്ട്, BJPയും അതിന്റെ അലയൻസ് പാർട്ണറായ പിന്നീട് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ പഞ്ചാബ് ലോക് കോൺഗ്രസ് ഉണ്ട്. അങ്ങനെ പല പല പാർട്ടീസാണ്. അപ്പൊ അവിടെ വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. അപ്പം അവിടെ 32% പോപ്പുലേഷനും ഷെഡ്യൂൾ കാസ്റ്റ് കമ്മ്യൂണിറ്റി ഉള്ളവരാണ്, 20% ജാറ്റ് സിഖ് പോപ്പുലേഷനുമാണ്. പക്ഷേ നോക്കിയ 20%-നെക്കാളും 12% കൂടുതലാണ് ഷെഡ്യൂൾ കാസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷൻ. ബട്ട് സ്റ്റിൽ 1977 ശേഷം ഒരിക്കൽ പോലും ഒരു ദളിത് ചീഫ് മിനിസ്റ്റർ അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് മാത്രമല്ല, എപ്പോഴും ജാറ്റ് ചീഫ് മിനിസ്റ്റർ ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പം അവിടുത്തെ ന്യൂമറിക്കൽ സ്ട്രെങ്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ആൾക്കാരുള്ള പിന്നീട് ജാറ്റ് കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാരാണ് കൂടുതൽ അവിടെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്നത്. ബട്ട് സിൻസ് 1977 the state has never seen a non-Jat Sikh chief minister, be it of the Congress party or the Shiromani Agalidal, indicating the political dominance of the Jat Sikh community. Gyani Sail Singh, ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ത്യയുടെ പഴയ പ്രസിഡന്റ് ആയിരുന്ന ഗ്യാനി സെയിൽ സിംഗ് വാസ് ദ ലാസ്റ്റ് non-Jat Sikh chief minister of Punjab between 1972 to 77. 72 തൊട്ട് 77 വരെ ഗ്യാനി സെയിൽ സിംഗ് പിന്നെ ഇന്ത്യയുടെ പ്രസിഡന്റായി. ആ ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു അവിടുത്തെ ലാസ്റ്റ് ദളിത് ചീഫ് മിനിസ്റ്റർ. The Congress has usually shied away from pronounced social justice politics, and in that sense this is an audacious move which will have a ripple effect in its strategy elsewhere too. Party leader Rahul Gandhi is driving a more accommodative caste politics, but the approach is evidently facing resistance from within the party and outside. ഓക്കെ, പഞ്ചാബ് ഈ കോൺഗ്രസിന് ഇങ്ങനെ ഒരു സോഷ്യൽ ജസ്റ്റിസ് പൊളിറ്റിക്സ് കളിക്കുന്ന ഒരു പരിപാടി ഇല്ല. പക്ഷേ ഇതിപ്പം പഞ്ചാബിൽ ഇങ്ങനെയാണ് അവരിപ്പം ചെയ്തിരിക്കുന്നത്. ഒരു ദളിത് രാഷ്ട്രീയം പയറ്റി നോക്കാൻ പോയാണ് അവിടെ. അത് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലും ഒരു റിപ്പിൾ ഇഫക്റ്റീവ്, കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ റിപ്പിൾ ഇഫക്റ്റീവ് ഉണ്ടാകും. രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ഒരു മോർ അക്കോമഡേറ്റീവ് ആയിട്ടുള്ള കാസ്റ്റ് പൊളിറ്റിക്സ്, മറ്റ് പല പൊളിറ്റിക്കൽ എസ്പെഷ്യലി റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് ഇങ്ങനെ കാസ്റ്റ് പൊളിറ്റിക്സ് കളിക്കുന്നത്. സാധാരണ നാഷണൽ പാർട്ടീസ് കളിക്കാറില്ല. അപ്പം രാഹുൽ ഗാന്ധി ഒരു അക്കോമഡേറ്റീവ് ആയിട്ടുള്ള കാസ്റ്റ് പൊളിറ്റിക്സ് പരീക്ഷിച്ച് നോക്കാൻ പോയാണ്. പക്ഷെ അത് കോൺഗ്രസിൽ തന്നെ അതിന് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടാവുകയാണ് ആ ഒരു മൂവ്മെന്റിന്. ദളിത് ഇവിടെ പറയുന്നുണ്ട്, ദളിത്സ് ഇൻ പഞ്ചാബ് ആർ നോട്ട് എ ഹോമോജനസ് കാറ്റഗറി. They are divided into 39 castes clustered under different religions and sects locally called Deras. Mr. Channi belongs to Ravidasya community of Dalits, which is a minuscule population of the total Dalits. Whether he can galvanize a larger politics of aspiration shared among all communities overlooked in the traditional power sharing model of the state remains an open question. But Mr. Channi does deserve the support he has found from the party. ആക്ച്വലി ദളിത് കമ്മ്യൂണിറ്റി അവിടുത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയാണ്. 32% പോപ്പുലേഷൻ ഒക്കെ ഉണ്ടെങ്കിലും 39 കാസ്റ്റ് ഗ്രൂപ്പുകളായിട്ട് വേർതിരിഞ്ഞ് കിടക്കുന്ന ഒരു ദളിത് കമ്മ്യൂണിറ്റി അവിടെ ഉള്ളത്. അല്ലാതെ ഒരു ഹോമോജനസ് ആയിട്ടുള്ള ഒറ്റ ദളിത് കമ്മ്യൂണിറ്റി അല്ല. അപ്പം ചന്നി എന്ന് പറയുന്ന ആള് തന്നെ ദളിത് കമ്മ്യൂണിറ്റി എന്നാണെങ്കിലും രവിദാസിയ എന്ന് പറയുന്ന ദളിത് കമ്മ്യൂണിറ്റിയിൽ ഉള്ളതാണ്. അത് ടോട്ടൽ ദളിത് കമ്മ്യൂണിറ്റിയിലെ ഒരു മിനിസ്കൂൾ പോപ്പുലേഷൻ മാത്രമാണ്. അപ്പം അതുകൊണ്ട് അവിടുത്തെ മുഴുവൻ ദളിത്തുകളെയും ചന്നിയുടെ പിന്നിൽ അണിനിരത്താൻ ഈ ചന്നിക്ക് കഴിയുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. പക്ഷെ ചന്നിക്ക് ഇപ്പം കോൺഗ്രസിൽ നിന്ന് കിട്ടിയ ഈ ഒരു പിന്തുണ എന്ന് പറയുന്നത് അദ്ദേഹം അർഹിക്കുന്നതാണ്. കാരണം he has not been long enough in power to be judged for his track record as CM, but Mr. Channi is a good storyteller and has a good story, which are essential ingredients for any successful politics. His prominence will in all likelihood set off reactions from Jat Sikhs and upper caste Hindus, considerable segments of whom have been Congress. Okay. അപ്പം ദളിത് ചീഫ് മിനിസ്റ്ററായിട്ട് ഇപ്പൊ തുടരുന്ന ചന്നിക്ക് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ രാഷ്ട്രീയത്തിൽ ചീഫ് മിനിസ്റ്ററായിട്ട് തുടരാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് ഒരു ചീഫ് മിനിസ്റ്റർ പൊസിഷനിൽ അദ്ദേഹത്തിന്റെ സ്കില്ലുകൾ പ്രകടിപ്പിക്കാൻ ഒരു എക്സ്റ്റൻഷൻ കിട്ടേണ്ടത് ഒരു നാച്ചുറൽ ജസ്റ്റിസ് ആണ്. അപ്പം പക്ഷെ ഇതൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ അപ്പർ കാസ്റ്റ് ഹിന്ദുസിന്റെയും ജാറ്റ് സിഖിന്റെയും ഇടയിൽ ഒരു ബാക്ക്ലാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവരുടെ ദളിത്തിനെ ചീഫ് മിനിസ്റ്ററായിട്ട് കൊണ്ടുവരുമ്പോൾ അവരുടെ പൊളിറ്റിക്കൽ ഡോമിനൻസ് ആണ് അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവര് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട്. Okay, opponents of the Congress
the Shiromani Akalgal BSP alliance, the BJP-led alliance, and the Aam Aadmi Party will try to inflame the resentment among these communities to corner the Congress. The Congress is accused of playing caste politics by promoting a Dalit attitude. Notable, the rotation of power among the dominant Jatsis for decades early caused such concerns. Perhaps that itself is a proof that Mr. Channi deserved this chance. അപ്പം കോൺഗ്രസിന്റെ പ്രധാന എതിരാളികളായ ശിരോമണി അകാലിദൾ BSP അലയൻസ് അല്ലെങ്കിൽ BJP-ലെഡ് അലയൻസ്, അതുപോലെ ആം ആദ്മി പാർട്ടി, അവരെല്ലാവരും ഈ അപ്പർ കാസ്റ്റ് ഹിന്ദുസിലും ജാട്ട് സിഖുകാരുടെ ഇടയിലുള്ള ഈ ദളിത് ചീഫ് മിനിസ്റ്ററിൽ പ്രൊജക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു അവർ വികാരം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് ഒരു കാസ്റ്റ് പൊളിറ്റിക്സ് ആണ് ആദ്യമായിട്ട് കളിക്കുന്നത്, ദളിത്തിനെ മുന്നോട്ട് നിർത്തിക്കൊണ്ട്. അന്നാണ് അവർ അക്യൂസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ എത്രയെങ്കിലും കാലം തുടർച്ചയായിട്ട് ജാട്ട് സിഖ് കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാർ ചീഫ് മിനിസ്റ്റർ ആയിട്ട് അങ്ങനെ ഒരു അക്യൂസേഷൻ ആയിരുന്നു നടത്തിയിട്ടില്ല. അത് തന്നെ ചന്നി എന്ന് പറയുന്ന ഒരു ദളിത് കാൻഡിഡേറ്റ് ഒരു ചാൻസ് അർഹിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ പ്രൂഫാണെന്നാണ് ഹിന്ദു പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. ഇറ്റ് ഈസ് എ പ്യൂർലി പൊളിറ്റിക്കൽ എഡിറ്റോറിയൽ. നിങ്ങളത് വായിച്ചു നോക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒരു സമ്മറി പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത് വെൻ ദ മ്യൂസിക് സ്റ്റോപ്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. എനിക്ക് എൻ്റെ ഒരു വളരെ ശക്തമായ ഒരു സംശയം ഹിന്ദുവിന് ഈ എഡിറ്റോറിയലിന്റെ പേര് തെറ്റിപ്പോയതാണെന്നാണ്. കാരണം ഇത് വെൻ ദ മ്യൂസിക് സ്റ്റോപ്സ് എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ യഥാർത്ഥത്തിൽ ഇന്ന് ലതാ മങ്കേഷ്കർ മരിച്ച ദിവസത്തിന് ശേഷം വന്ന പത്രങ്ങളിലെല്ലാം, ഇന്നലെ വന്ന പത്രങ്ങളിലെല്ലാം ലതാജിയെ കുറിച്ചുള്ള ലത എന്ന് പറയാൻ പാടില്ല, ലതാജിയെ കുറിച്ചുള്ള എഡിറ്റോറിയലായിരുന്നു എല്ലാ പത്രങ്ങളും, ഈവൻ മലയാളം മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ വരാം. പക്ഷെ ഹിന്ദുവിൽ അങ്ങനെ ഒരു എഡിറ്റോറിയൽ കാണാൻ പറ്റില്ല. ഒരു ഫിനാൻഷ്യൽ ന്യൂസ് പേപ്പറായ എക്കണോമിക് ടൈംസിന് വരെ അതായിരുന്നു എഡിറ്റോറിയൽ. അപ്പൊ ഇന്ന് അവർ അങ്ങനെ ഒരു എഡിറ്റോറിയലിന്റെ ടൈറ്റിൽ കൊടുത്തതിന് ശേഷം കണ്ടന്റ് മാറിപ്പോയതാണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇത് UK ഉള്ളൊരു വിവാദത്തിനെ കുറിച്ചാണ്. UK പ്രൈം മിനിസ്റ്ററായ ബോറിസ് ജോൺസൺ അഗൈൻസ്റ്റ് ആയിട്ട് അവരുടെ പാർട്ടിയിൽ പടയൊരുക്കം നടക്കുകയാണ്, അയാളെ പ്രൈം മിനിസ്റ്റർ പൊസിഷനിൽ പുറത്താക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട എഡിറ്റോറിയൽ വെൻ ദ മ്യൂസിക് സ്റ്റോപ്സ് എന്ന് ഒരു ഹെഡിങ് വരേണ്ട ആവശ്യമില്ല. ഹിന്ദു ഒരു മിസ്റ്റേക്ക് കൂടെ കാണിച്ചിരിക്കുന്നതാണ് എന്റെ വിശ്വാസം. ഓക്കെ, Despite the UK success in vaccination, Boris Johnson leadership is under scrutiny. വാക്സിനേഷനിൽ വലിയ സക്സസ് ഉണ്ടാക്കിയ രാജ്യങ്ങളിലൊരെണ്ണമാണ് UK. എന്നിട്ടും ബോറിസ് ജോൺസന്റെ ലീഡർഷിപ്പ് UK-യിൽ സ്ക്രൂട്ടനിയിലാണ്. അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതും നമുക്ക് ഭയങ്കര ഒരു UK-യുടെ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ്. അതിന് അപ്പുറം നമ്മളൊന്നും പഠിക്കാനൊന്നുമില്ല. ഇൻ ദ വേക്ക് ഓഫ് ദ ഇന്റൻസീവ് Partygate scandal in the UK, 5 close aides of Prime Minister Boris Johnson have resigned, putting the Conservative Party and its leadership in a tight spot over their handling of COVID-19 pandemic and their adherence to the associated restrictions on public gathering. അത് പാർട്ടിഗേറ്റ് സ്കാൻഡൽ എന്ന് പറയുന്ന ഒരു സ്കാൻഡൽ ഇപ്പം UK-യിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്കാൻഡലിന്റെ ഭാഗമായിട്ട് പ്രൈം മിനിസ്റ്റർ ബോറിസ് ജോൺസന്റെ 5 അടുത്ത സഹായികൾക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു. അതുപോലെ ബോറിസ് ജോൺസന്റെ പാർട്ടി, കൺസർവേറ്റീവ് പാർട്ടി, വലിയൊരു ലീഡർഷിപ്പ് ക്രൈസിസിലാണ് ഈ പ്രോബ്ലം മൂലം. COVID-19 പാൻഡമിക്കുമായിട്ട് ബന്ധപ്പെട്ട റെസ്ട്രിക്ഷൻസ് ഫോളോ ചെയ്യുന്നതിൽ ഇവർ കാണിച്ച വലിയ തെറ്റുകളാണ് ഈ പാർട്ടി ഗേറ്റ് സ്കാൻഡലിനും അതിനെ തുടർന്നുണ്ടായ റെസിഗ്നേഷനിലൊക്കെ നയിച്ചത്. The 5 senior members of Mr. Johnson's office, including Chief of Staff Dan Rosenfield, quit last week following an incriminating inquiry into multiple social gatherings that took place at number 10 Downing Street during the early days of the pandemic, when tight lockdown regulations has been imposed across the UK, limiting all such parties. അപ്പം നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റ്, UK-യുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഒഫീഷ്യൽ റെസിഡൻസിന്റെ പേരാണ് നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഈ നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റിൽ ഈ കൊറോണയുടെ തുടക്ക കാലഘട്ടത്തിൽ വൻ റെസ്ട്രിക്ഷൻസ് ഉള്ള സമയത്ത് ഒരുപാട് പാർട്ടികൾ നടന്നു പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസിൽ. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന്റെ രേഖകൾ പുറത്തു വന്നതിന് ശേഷമാണ് ഈ ജോൺസന്റെ ADs അവരുടെ സഹായികൾക്ക് പുറത്ത് പോകേണ്ടി വന്നത്. The scandal gained momentum after UK media published report including photographs of senior members of Mr. John's team attending several parties held around June 2020, a time when gatherings of more than 2 people were indoors were banned. Following this expected outrage in Parliament at the initiation of public investigation last week, a report by Sue Gray, second permanent secretary, was published. Okay, അപ്പം ഇത് 2020 തുടക്കത്തിൽ ആലോചിച്ചൊക്കെ ഈ ജൂൺ സമയത്തൊക്കെ 2020 മാർച്ചിലാണ് കൊറോണയുടെ വ്യാപനം സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഇന്ത്യയിലൊക്കെ ലോക്ക്ഡൌൺ കൊണ്ടുവരുന്നു. ഈ 2020 ജൂൺ സമയത്ത് 2 പേരിൽ കൂടുതൽ ഗ്യാദർ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് UK-യിൽ പ്രൈം മിനിസ്റ്ററിന്റെ റെസിഡൻസിലൊക്കെ ഒരുപാട് ആൾക്കാർ ചേർന്ന് പാർട്ടികൾ നടത്തിയ രേഖകളും ഫോട്ടോഗ്രാഫുകളൊക്കെ പുറത്തു വന്നു. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നു. അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. പാർലമെന്റിൽ വലിയ ബഹളമായി.
അപ്പം അവിടുത്തെ ഒരു സെക്കൻഡ് പെർമനന്റ് സെക്രട്ടറിയുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയ സ്യൂഗ്ര എന്ന് വേണ്ട നമുക്ക്. Her report found that 16 events took place between May 2020 and April 2021, including a drinks event in the Downing Street garden attended by Mr. Johnson on May 20, 2020, and a birthday celebration for Mr. Johnson in the cabinet room on June 19, 2020. അതിന്റെ രേഖകൾ അതിന്റെ എണ്ണം നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് പറയാണ്, കുറെ പാർട്ടികൾ നടന്നു 2020 മെയ് ഏപ്രിൽ അല്ല 2020 മെയ് തൊട്ട് 2021 ഏപ്രിൽ വരെയുള്ള സമയത്ത് 16ഓളം പാർട്ടികൾ ജോൺസന്റെ റെസിഡൻസിൽ നടന്നു എന്നാണ്. ഈ ഡ്രിങ്കിങ് പാർട്ടികളൊക്കെയാണ് നടന്നത്. അപ്പൊ ഒന്ന് ആലോചിക്കണം, ഈ ഗവൺമെന്റ് പബ്ലിക്കിന്റെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഗവൺമെന്റ് അവരുടെ ഹെൽത്ത് എൻഡേഞ്ചർ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പാർട്ടികൾ നടത്തുന്നത്. ബിഗ് മിസ്റ്റേക്ക് ഫ്രം ദ പാർട്ട് ഓഫ് ജോൺസൺ. The scandal has rocked the confidence of conservative MPs in their Prime Minister's capacity to lead, even though Culture Secretary Nadine Dorries insisted that a vast majority of them still support Mr. Johnson. Some, such as Stephen Hammond, have said that they are considering very carefully whether he still has confidence in the PM, especially because telling the truth matters, and nowhere more so than in the House of Commons. House of Commons എന്ന് പറഞ്ഞാൽ ബ്രിട്ടന്റെ പാർലമെന്റിന്റെ ഒരു ഘടകമാണ്. നമ്മളുടെ ലോക്സഭയ്ക്ക് ഇക്വലന്റ് ആണ് ബ്രിട്ടനിൽ ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറയുന്നത്. ഹൗസ് ഓഫ് കോമൺസിൽ ബോറിസ് ജോൺസണൊക്കെ കള്ളം പറഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോഴും മെജോറിറ്റി കൺസർവേറ്റീവ് പാർട്ടിയുടെ മെമ്പറാണ് ബോറിസ് ജോൺസൺ. കോൺഫിഡൻസ് ഉണ്ടെന്ന് പറയുന്നെങ്കിലും അതിൽ സംശയമുണ്ട്. ഒരുപാട് ആൾക്കാർ ബോറിസ് ജോൺസന് സമയം വന്നാൽ തള്ളി പറയാൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം അവിടെ ബോറിസ് ജോൺസന്റെ പ്രൈം മിനിസ്റ്റർ പൊസിഷൻ അണ്ടർ റിയൽ ത്രെറ്റ് ആണ്. ഏത് നിമിഷം വേണമെങ്കിലും പുള്ളിക്ക് റിസൈൻ ചെയ്യേണ്ടി വരാം. മിസ്റ്റർ ജോൺസൺ ഹാസ് റിട്ടൺ ടു ഓൾ കൺസർവേറ്റീവ് MPs committing to improving the way of 10 Downing Street works, but it appears that MPs are far from convinced that there was sufficient justification to hold these drink parties at number 10 when the nation was facing lockdowns. Number 10 Downing Streetന്റെ വർക്കിംഗ് ഇംപ്രൂവ് ചെയ്യുന്നതിനെ കുറിച്ച് ജോൺസൺ എല്ലാ കൺസർവേറ്റീവ് പാർട്ടി MPസിനും ലെറ്ററൊക്കെ എഴുതി. പക്ഷേ MPs കൺവിൻസ്ഡ് ആവുമോ എന്നുള്ള സംശയമുണ്ട്. കാര്യം ഇത്തരത്തിലുള്ള ഡ്രിങ്കിങ് പാർട്ടീസ് ലോക്ക്ഡൌൺ നേഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് അവിടെ അറേഞ്ച് ചെയ്യേണ്ട ആവശ്യകത എന്തായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ ഒരിക്കലും പറ്റത്തില്ല MPമാര്. സ്പെസിഫിക്കലി ദീസ് ഈവൻറ്റ്സ് എൻഡേഞ്ചേർഡ് പബ്ലിക് ഹെൽത്ത്. ജനങ്ങളുടെ ഹെൽത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നം. പിന്നെ ഇത്തരത്തിലുള്ള പാർട്ടികൾ എൻഡേഞ്ചർ ചെയ്യുന്നത്. ഡാമേജ് പബ്ലിക് പെർസെപ്ഷൻ ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് ഇറ്റ്സ് കമ്മിറ്റ്മെന്റ് ടു പാൻഡമിക് റെഗുലേഷൻ ആൻഡ് ഡെമോൺസ്ട്രേറ്റഡ് ഫെയിലിയർ ടു എക്സ്പ്ലോർ ആൾട്ടർനേറ്റീവ് pandemic complaint means to transact business. The most ominous sign of Mr. Johnson's deteriorating prospect of continuing as PM are the MPs who have reportedly submitted a letter of no confidence to Sir Graham Brady, chairman of the 1922 Committee of Backbench MPs. അതൊക്കെ അവിടുത്തെ രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയുന്നതാണ്. കുറെ MPമാര് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ വിശ്വാസം ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ലെറ്റർ, നോ കോൺഫിഡൻസ് ലെറ്റർ സബ്മിറ്റ് ചെയ്യുന്ന ഗ്രഹാം ബ്രാഡി എന്ന് പറയുന്ന കമ്മിറ്റി ഓഫ് ബാക്ക് ബെഞ്ച് MPs എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിന്റെ ചെയറാണ്. If 54 MPs submit such letters to Sir Graham, it will trigger a vote on Mr. Johnson's leadership of the party. എത്ര MPമാർ അങ്ങനെ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു ലെറ്റർ കൊടുക്കപ്പെട്ടതായിട്ട് പറയപ്പെട്ട് കേൾക്കുന്നു. അപ്പൊ 54 MPമാർ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജോൺസൺ ലീഡർഷിപ്പിനെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു വോട്ടിംഗ് നടക്കും. ആ വോട്ടിങ്ങിൽ വേണമെങ്കിൽ പുള്ളി പുറത്താവാൻ സാധ്യതയുണ്ട്. Given the progress made by his government in terms of vaccine administration, putting the UK at the top of the global vaccination league tables, it would be ironic if Mr. Johnson's time in number 10 was remembered more for drinking parties and lockdown violations. അപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ വാക്സിനേഷൻ പ്രോഗ്രസ് ഉണ്ടാക്കിയത് UK ആണ്. അപ്പം അത്തരത്തിൽ വലിയ വാക്സിൻ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ നടത്തിയ ഒരു ഗവൺമെന്റ്, ബോറിസ് ജോൺസന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, അദ്ദേഹത്തിന്റെ ആ ഒരു ഗവൺമെന്റ് ഇനിയിപ്പം ഈ ലോക്ക്ഡൌൺ വയലേഷൻസിന്റെയും ഡ്രിങ്കിങ് പാർട്ടീസിന്റെയും പേരിലാണ് ഓർമ്മിക്കപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ഐറണിയാണ് എന്നാണ് ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് രണ്ടുമാണ് ഇന്നത്തെ ഹിന്ദുവിലെ എഡിറ്റോറിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി GK കുറച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്, കറണ്ട് അഫയേഴ്സ് കുറച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. കാര്യം വീഡിയോയുടെ ലെങ്ത് ഭയങ്കര കൂടുന്നെന്ന് ഒത്തിരി ആൾക്കാരുടെ കമന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, മോർ ദാൻ 1 hour ഒക്കെ ഉള്ളപ്പോൾ പലർക്കും പല ബുദ്ധിമുട്ടുകളും പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നമ്മളൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജും ഒരു ടെലിഗ്രാം ചാനലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്കുകൾ നമ്മളുടെ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷനിൽ. ഇൻസ്റ്റാഗ്രാം പേജൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന്. എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുക. അത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഇപ്പം കോച്ചിങ് സെന്ററുകളുടെ കൂട്ടത്തിൽ ഇപ്പം
ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള. നിങ്ങളൊന്ന് നോക്കുക, എന്നിട്ട് എല്ലാവരും അതിന് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.